ഈശോയിൽ സ്നേഹം നിറഞ്ഞ നമുക്ക് ഒത്തിരി വിശുദ്ധരെ അറിയാം. രക്തസാക്ഷികളായിട്ടുള്ള വിശുദ്ധരുണ്ട്, ഇനി അല്ലാതെയുള്ള വിശുദ്ധരുണ്ട്. വലിയ കാര്യങ്ങൾ ചെയ്ത വിശുദ്ധരുമുണ്ട്, സാധാരണക്കാരെ പോലെ ജീവിച്ചിരുന്ന വിശുദ്ധരുമുണ്ട്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ആരായി വിശുദ്ധർ എന്നൊന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലത്തെ സാധാരണ മനുഷ്യരായിരുന്നു ഈ വിശുദ്ധരെല്ലാം. അപ്പം നമ്മളെപ്പോലത്തെ സാധാരണ മനുഷ്യർക്ക് എങ്ങനെ ഇങ്ങനെ വിശുദ്ധരാകാൻ പറ്റി, വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ രക്തസാക്ഷികളാക്കാൻ പറ്റി? അങ്ങനെ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. അവർ ദൈവത്തെ അല്ലെങ്കിൽ ഈശോയെ അതിയായി സ്നേഹിച്ചിരുന്നു. ആ ഈശോയുള്ള അവരുടെ വലിയ സ്നേഹനിമിത്തം ഈ ഈശോയെ ഉപേക്ഷിക്കേണ്ടി വന്ന അത് പറ്റാത്ത വണ്ണം അവർ ഈശോയെ സ്നേഹിച്ചു. അപ്പം അതുകൊണ്ടാണ് ഈശോ ഉപേക്ഷിക്കേണ്ട ഒരു ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ അവർ മരിക്കാൻ അവർ തയ്യാറായത്. അതുപോലെ ഈശോ ഒത്തിരി സ്നേഹിച്ചുകൊണ്ട് ഈശോയുടെ ഇഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടി പല സ്നേഹ പ്രവർത്തനങ്ങൾ ചെയ്തവരുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങളും വലിയ കാര്യങ്ങളും ചെയ്തവരുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ വിശുദ്ധിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈശോയുള്ള ദൈവത്തോടുള്ള സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിലും ഈ ഒരു ദൈവസ്നേഹം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ എത്രത്തോളം ദൈവത്തോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ വളരുന്നോ അത്രത്തോളം നമ്മൾ താനേ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ തനിയെ വിശുദ്ധരായിട്ട് മാറിക്കൊള്ളും. അങ്ങനെയെങ്കിൽ ഈ ദൈവസ്നേഹത്തെ നമ്മുടെ ഉള്ളിൽ വളർത്താൻ പറ്റുന്ന, ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു വചനം ഇത് നൽകപ്പെടുവാണ്. സങ്കീർത്തന പുസ്തകം 18-ാം അധ്യായം 35-ാം വാക്യം. വളരെ സിമ്പിളായിട്ടുള്ളൊരു വചനമാണ്. എന്താ വചനം പറയുക? അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയ നൽകി, അവിടുത്തെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുക, ദൈവത്തിൻ്റെ രക്ഷയാണ് എനിക്ക് പരിചയമായിട്ട് മാറിയത്, സംരക്ഷണമായിട്ട് മാറിയത്. വീണ്ടും വചനം പറയാൻ, അവിടുത്തെ വലത്തുകൈയാണ് എന്നെ താങ്ങി നിർത്തിയത്, അവിടുത്തെ വാത്സല്യമാണ് എന്നെ വലിയവനാക്കി മാറ്റിയത്, ഉയർത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ നന്മകളെയും കുറിച്ചും നമുക്ക് ഈ വചനം ഓർത്ത് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോ ആണ് എനിക്ക് സംരക്ഷണം, എൻ്റെ ഈശോ ആണ് എന്നെ വളർത്തുന്നവൻ, എൻ്റെ ഈശോനെ ഒത്തിരി സ്നേഹിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ അഹങ്കാരം മാറിപ്പോവും. കർത്താവിൻ്റെ കരുണയാണ് നമുക്കുള്ളതെല്ലാം എന്നുള്ള ബോധ്യം നമ്മിലേക്ക് വരും. എന്ന് മാത്രമല്ല, അങ്ങനെ ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് ദൈവസ്നേഹത്തിൽ നമ്മൾ ആഴപ്പെടുകയും ചെയ്യും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.